Hi guys, welcome to our channel. ഞാൻ കീർത്തി. This is Amichu. Amichu വന്ന് നമ്മുടെ ഫ്രണ്ട് അരുൺ and നിമിഷയുടെ മോളാണ്. Amichu say hi. Say hi Amichu. Yeah. And ഇത് സുബിൻ. Subin is also one of our friends. So ഇപ്പം ഇന്ന് എല്ലാവരും ഞങ്ങൾ സുബിൻ്റെ വീട്ടിലാണ് കൂടിയിരിക്കുന്നത്. So usually weekend ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടും. സോ ഇന്നലെ ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ വന്ന് ഇവിടെ നിന്നായിരുന്നു. ഓക്കെ. അപ്പൊ ഇന്നലെ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ഡിന്നറിന് ലെറ്റ്സ് മേക്ക് എ ഡെസേർട്ട് എന്ന്. അപ്പൊ നമ്മള് മാംഗോ പുഡിംഗ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കീർത്തിയാണ് ഉണ്ടാക്കിയത്. ഡിന്നറിന് എന്താ ഉണ്ടാക്കിയത്? ഡിന്നറിന് ബട്ടർ ചിക്കനും സുബിന്റെ വൈഫ് യമ്മി ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. So butter chicken and paratha is dinner and dessert is bal mi mango pudding. അപ്പൊ എല്ലാരും എന്തോ പറയുന്നു അമിച്ചു. What അമിച്ചു? Okay. So welcome to our channel and enjoy cook with us. And also നമുക്ക് ഇവരുടെയൊക്കെ റിവ്യൂ അറിയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് ആസ് യൂഷ്വൽ എപ്പോഴത്തെ പോലെ. അപ്പൊ അവരോടൊക്കെ ഒന്ന് ചോദിച്ച് അവരുടെ ഒരു റിവ്യൂസ് നമുക്ക് കേൾക്കാം. Okay, see you all in a bit. Bye. പുഡിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾക്ക് കസ്റ്റർഡിലാണ്. സോ കസ്റ്റർഡിന് ഞാൻ 4 മുട്ട എടുക്കാൻ പോവാം. 4 മുട്ട എടുത്ത് യു ഹാവ് ടു സെപ്പറേറ്റ് എഗ് വൈറ്റ് ആൻഡ് എഗ് യോക്ക്. യു ഹാവ് ടു സെപ്പറേറ്റ്. അപ്പോൾ ഈ കസ്റ്റർഡ് ചെയ്യാൻ ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എഗ് യോക്സ് ആണ്. സോ എഗ് യോക്സ് 4 എഗ് യോക്സ് എടുത്തിട്ട് അതിൽ 4 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ അതിട്ടിട്ട് മിക്സ് ചെയ്ത് കൺസിസ്റ്റൻസിനാണ് വേണ്ട. എഗ് യോക്സ് ആൻഡ് ഷുഗർ മിക്സ് ചെയ്യുന്നത് പക്ഷെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ കൺസിസ്റ്റൻസിനാണ് വേണ്ടത്. ഓക്കെ. സോ ഞാനിവിടെ 2.5 liters ഓഫ് പാലാണ് എടുക്കുന്നത്. ബോയിലിംഗ് പോയിന്റിൽ കൊണ്ടുവരണ്ട, ജസ്റ്റ് വാം ആക്കിയാൽ മതി. സോ ഈ മിൽക്ക് ഇപ്പൊ കുറച്ച് ചൂടായിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ് വന്നിട്ടില്ല. അതിന് മുമ്പല്ല ഈ ഞങ്ങൾ ഫസ്റ്റ് എഗ് യോക്ക് ആൻഡ് ഷുഗർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ എടുക്കണം. കണ്ടിന്യൂസ് സ്റ്റേറിങ്. സോ ഗൈസ് ഈ കളർ ആകുമ്പോൾ കുറച്ച് തിക്കാകുമ്പോൾ ഓഫ് ചെയ്യാം ആൻഡ് കൂൾ ഡൗൺ ചെയ്യണം. ഈ മിൽക്ക് കൂൾ ഡൗൺ ആവുന്നത് ഐ തോട്ട് ഞാൻ സുബിനെ വിളിച്ചു ചിറ്റ് ചെയ്യാം. സോ ഗൈസ് ഞങ്ങൾ ഒരു Q&A ചെയ്യാം. സുബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സുബിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സോ സുബിൻ UK വന്നിട്ട് എത്ര കൊല്ലായി? വെറുതെ പറയല്ലേ, എത്ര 6 വർഷം 6 years. ഈ വീട് സുബിന്റെ ആണ്. their own house and it's a beautiful house. ഞാൻ എപ്പോഴെങ്കിലും ഒരു ഹൗസ് ടൂർ കാണിച്ചു തരാം. സുബിന്റെ വീടിന്റെ ഹൗസ് ടൂർ. സോ സുബിൻ നമ്മൾ ഈ ഒരു വ്ലോഗ് ചെയ്യുന്നതിന് ചുമ്മാ ഒരു ഫണ്ട് നമ്മുടെ ഒരു മെമ്മറിക്ക് ഇത് കീപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി വേറൊരു ഉദ്ദേശമില്ല. ഞങ്ങൾ എപ്പോഴും കൂടിയ ആക്ച്വലി എല്ലാ വീക്കും ഇവിടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്. എല്ലാ വീക്കും കൂടാറുണ്ട്. സോ ആൻഡ് ഭയങ്കര ഫണ്ടാ കൂടുമ്പോ. അപ്പൊ ഞങ്ങൾ ഈ എല്ലാ വീഡിയോസും കാണുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ വീഡിയോസും ആൾക്കാർ കണ്ട് enjoy ചെയ്യുന്നു. Because I think videos because I think we are a good gang of friends who are a lot of fun to watch. So നമ്മുടെ വീഡിയോയുടെ നിലവാരം അനുസരിച്ച് കുറെ പേര് ഇപ്പൊ മുഖം കാണിക്കണ്ടെന്നൊക്കെ പറയണത്. ബാക്കിലാണ് നിൽക്കുന്നത്. ഒരാൾക്ക് ഫ്രണ്ടിലേക്ക് വരാനുള്ള താല്പര്യമില്ല. നമ്മളൊന്ന് കീർത്തിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതിൽ വന്നാണ്. നമ്മുടെ കീർത്തി അറിയാലോ, ഒരു സീനും നല്ലതാണ്. എന്നെ കുറിച്ച് പറയാം. അറിയില്ലല്ലോ ആൾക്കാരുടെ എന്നെ കുറിച്ച്. സോ ഞാൻ മലയാളിയാണ്. ബട്ട് ബിക്കോസ് പേരൻസിന്റെ ബിസിനസ് ശ്രീലങ്കയിലെ കാരണം ഐ സെറ്റിൽഡ് ഇൻ ശ്രീലങ്ക. സോ ഞാൻ ഇവിടെ ഒരു ജോലി കിട്ടി മൂവ് ആയതാണ് ഇൻ സെപ്റ്റംബർ 2022. സോ ത്രൂ എ മ്യൂച്വൽ ഫ്രണ്ട് ഞാൻ ഇവരൊക്കെ മീറ്റ് ചെയ്തു. സോ നൗ വി ആർ ലൈക്ക് എ ഫാമിലി. ഓക്കെ, ഇത് കൂൾ ഡൗൺ ആയിട്ട് കാണാം. ഈ മാംഗോ ആൻഡ് പഞ്ചസാര ഇട്ട് സ്റ്റ്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലൊരു 4 മാംഗോ ആൻഡ് 1/4 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ നന്നായിട്ട് സ്റ്റ്യൂ ചെയ്യണം. മെയിൻലി ഇത് ചെയ്യുന്നതിൻ്റെ കാരണം ഇവിടുത്തെ കിട്ടുന്ന മാംഗോസ് അത്ര സ്വീറ്റ് അല്ല. അറ്റ്ലീസ്റ്റ് ഞാൻ മേടിച്ച മാംഗോ അത്ര സ്വീറ്റ് അല്ല.
സോ ഇത് വെറുതെ പുഡിങ്ങിൻ്റെ ടോപ്പിൽ ഇടുന്നതാണ്, ടോപ്പിംഗ് ആണ്. സോ യു ജസ്റ്റ് ഹാവ് ടു ഇത് നന്നായിട്ട് വി ഹാവ് ടു സോട്ട് ഇറ്റ് ആൻഡ് ഷുഗറിൽ നന്നായിട്ട് ഇത് കുറച്ച് വേവണം. വെന്തിട്ട് കാണാം. ഈ സ്റ്റേജ് ആകുമ്പോൾ വി ക്യാൻ ഓഫ് ഇറ്റ്. കുറച്ച് ലിക്വിഡ് ഉണ്ടാവും, പക്ഷെ അത് കൂൾ ഡൗൺ ആകുമ്പോൾ അത് റെഡി ആവും. ഓക്കെ, ഇത് അങ്ങനെ കൂൾ ഡൗൺ ആക്കിയാൽ മതി. സോ ഡബിൾ ക്രീം ഞങ്ങൾ വിപ്പ് ചെയ്യണം. സോ യൂഷ്വലി വിപ്പർ വെച്ചിട്ടാണ് വിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈസി ട്രിക്ക് കാണിക്കാം. ഡബിൾ ക്രീം മിക്സി ചെയ്തിട്ട് ഒന്ന് പൾസ് ചെയ്താൽ കീപ് പൾസിങ്, അത് വിപ്പിംഗ് ഫോം ആവുന്ന വരെ, ഒരു ക്രീം ഫോം ആവുന്ന വരെ പൾസ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 600 ml ഡബിൾ ക്രീമാണ്. ഈ കൺസിസ്റ്റൻസിനാണ് വേണ്ടത്. ആക്ച്വലി പൾസിലിട്ടിട്ട് ഞാൻ ഒരു മേ ബി ഒരു ഓൾമോസ്റ്റ് 1 minute അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ കൺസിസ്റ്റൻസി വന്നത്. സോ കാണില്ല, ഈ കൺസിസ്റ്റൻസി ആണ്. ഇതാണ് ഗൈസ് വിപ്പിംഗ് ക്രീമോ ഡബിൾ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പം ഞങ്ങൾ ആ മിൽക്ക് ആൻഡ് എഗ് യോക്സ് ഉണ്ടാക്കിയ കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ വി ഹാവ് ടു ആഡ് ഈ ഡബിൾ ക്രീമിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ ടീം മിൽക്ക്, ഇത് 397 grams മിൽക്ക്. ഇതിൽ അങ്ങനെ ആഡ് മാംഗോ പ്യൂരി. സോ നിങ്ങൾക്ക് മാംഗോ പ്യൂരി നിങ്ങൾ ഇല്ലെങ്കിൽ മാംഗോ എടുത്തിട്ട് വെറുതെ ജ്യൂസ് ആക്കിയാലും മതി, കുറച്ച് വെള്ളം ഇട്ടിട്ട് തിക്ക് ജ്യൂസ് ആക്കിയാലും മതി. അല്ലെങ്കിൽ ഇത് റെഡിമെയ്ഡ് കിട്ടിയെങ്കിൽ ഇത് ഒഴിക്കാൻ മതി. ഇത് മാംഗോ പ്യൂരിയാണ്. ഇത് വന്ന് മാംഗോ സ്ലൈസസ്. ഇത് യൂഷ്വലി എനിക്ക് കിട്ടുന്നത് ക്യാൻഡ് മാംഗോ സ്ലൈസസ് ആണ്. അത് കിട്ടാത്ത കാരണമാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് വിപ്പ് ചെയ്യണം. സോ ഈ പുഡിംഗ് സെറ്റ് ആവുന്നത് ജെലറ്റിൻ കാരണമാണ്. ദാറ്റ് ഇസ് വൺ ഓഫ് ദി മെയിൻ കീ ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ കുറച്ച് മിൽക്ക് എടുത്തിരിക്കണം. മിൽക്ക് എടുത്ത് മൈക്രോവേവിൽ വെച്ച് ഒരു 30 seconds വാം ചെയ്തു മിൽക്കിന്. ആൻഡ് ഐ ഹാവ് 30 grams ഓഫ് ജെലറ്റിൻ. അപ്പോൾ ഇത് ഇട്ട് ഒന്ന് കുരുക്കണം. കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ കട്ടിയാവില്ല. ജലത്തിൻ്റെ മെയിനാണ് കട്ടിയാവുന്നത്. അപ്പം അത് കട്ടിയാവാണ്ട് നോക്കുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജലത്തിൻ മിക്സ്ചർ ചെയ്ത് വെച്ചില്ലേ, അത് ഈ മാംഗോ മിക്സ്ചറിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണം. വാനില എസൻസ് 2 tablespoons ഓഫ് വാനില എസൻസ് അതും ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്താൽ പുഡിംഗ് ഈസ് ഓൾമോസ്റ്റ് റെഡി. ബേസ് സെറ്റ് ചെയ്യുക, പുഡിങ്ങിൻ്റെ ബേസ് സെറ്റ് ചെയ്യുക. ആക്ച്വലി എനിക്കൊരു ഹെൽപ്പർ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് വന്നു. അപ്പം ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു. ഈ സനൽ. സോ സനലിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇത് വന്ന് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ്. ഇത് നന്നായിട്ട് ക്രംബിൾ ചെയ്യണം. സോ അതിനാണ് സനൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ക്രഷ്ഡ് ബിസ്ക്കറ്റിന് മുകളിൽ കുറച്ച് ബട്ടർ ഒഴിക്കണം. ഒഴിച്ചിട്ട് ഒന്ന് അത് ഫേമായിട്ട് ഇരിക്കുന്ന ഒരു ടെക്സ്ചർ വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യണം. സോ ഇപ്പൊ ഈ മിക്സ്ചർ നമ്മൾ ബിസ്ക്കറ്റ് ക്രംബിൾ ചെയ്ത് വെച്ചില്ല, അതിന്റെ മുകളിൽ ഒഴിക്കണം. ചെയ്തത് നാളെ വരാൻ പോണത് ഒരു 8 ഗസ്റ്റ്, പക്ഷെ ഒരു 18 ഗസ്റ്റിനുള്ള പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. സോ ഇനി ഇത് സെറ്റ് ചെയ്യണം ഫ്രിഡ്ജിൽ. സോ ഓവർനൈറ്റ് ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ മാംഗോ ഞങ്ങൾ സ്റ്റൂ ചെയ്ത മാംഗോ നാളെ കാലത്ത് സെറ്റ് ആയ പിന്നെയാണ് മോളിലിടാൻ പോകുന്നത്. സോ ഇപ്പം ഇത് വന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഇട്ടിട്ട് ഇത് സെറ്റ് ഒരു ഓവർനൈറ്റ് സെറ്റ് ചെയ്താൽ നാലാവുമ്പോൾ സെറ്റായിരിക്കും. നമ്മുടെ കീർത്തി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള ഫൈനൽ സാധനങ്ങൾ തീർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാംഗോ ഇനി മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓൾ ഓക്കെ.
try ചെയ്യാൻ കൊടുക്കാൻ പോകുന്നത് ആമിച്ചൂടല്ല. She already says I don't want it. Try ചെയ്ത് നോക്കാൻ കഴിക്കും. Amichu, little bit, okay? Taste it, okay? Please, Amichu. Please. No, please. Little bit. Donut. നമ്മൾ ഇവിടെ തന്നെ പൊളിഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത്. Please. Okay, rejection from Amichu. First flop. അടുത്തത് നമുക്ക് ഇതിന്റെ അമ്മയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ബുദ്ധിമുട്ടി ഞാൻ എല്ലാവരുടെയും ഇങ്ങനെ റോള് ടിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ടേസ്റ്റ് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് അരുൺ ആമിച്ചു അച്ഛനാണ്. ഇത്ര പെട്ടെന്ന് പറയാൻ പാടില്ല, അത് ടേസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതൊരു മാതിരി ജെന്യൂൻ ആണെന്ന് തോന്നൂല. ഈ സ്പൂണിൽ തന്നെ എല്ലാരും ഒന്ന് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് പറയണം കേട്ടോ. തീർക്കും തോന്നുന്നു guys. അമ്പാനെ എങ്ങനെ ഉണ്ടായിരുന്നു അമ്പാനെ? ഇവിടെ നമ്മുടെ ഏറ്റവും കുറച്ച് ഫുഡ് കഴിക്കുന്ന ആളാണ് ഇതിപ്പോ കഴിക്കുന്നത്. ഗുഡ്. അടുത്തതായി നമ്മുടെ ഡെർബിയിൽ അറിയപ്പെടുന്ന ഒരാളാണ്, സെലിബ്രിറ്റി, ഡെർബി സെലിബ്രിറ്റി. Is it yummy, Amichu? ആമിച്ചു ഓക്കേ പറഞ്ഞ Success. നമുക്ക് കുറെ ഹാപ്പി ഫേസസ് കാണാൻ പറ്റുന്ന കീർത്തി നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും സക്സസ്ഫുള്ളി മാംഗോ പുഡിങ് റെഡി ആയിക്കാണ്. എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും ഉറപ്പായിട്ടും. ഞാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ ഗെറ്റ് ടുഗദറിന്റെ കുറച്ച് വീഡിയോസ് എടുത്ത് ആഡ് ചെയ്യാം അറ്റ് ദി എൻഡ്. ഐ ഡോണ്ട് നോ ഇഫ് ഐ ക്യാൻ. പക്ഷെ അതർ ദാൻ ദാറ്റ് ബൈ, സീ യു ഗൈസ് ആൻഡ് സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഞങ്ങൾ വേറെ ഐഡിയ. ഓക്കെ ബൈ ഗൈസ്. സീ യു ഓൾ. ബൈ ഫ്രം എവരിബഡി. ബൈ. നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. No. പറഞ്ഞു. Okay. Bye guys. വേറൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും വിൽ ബി ബാക്ക്.
So until then, take care. Bye. ബൈ.